ക്യാൻസർ രോഗികൾ എത്രത്തോളം സന്തോഷിക്കാവോ അത്രത്തോളം അവർ സന്തോഷിക്കട്ടെ എന്നേ നമ്മൾ പറയത്തുള്ളൂ അല്ലേ. അവർ ഒരു ചെറിയ റീലിടുന്നതിന് നമ്മൾ സന്തോഷമാണ്, അല്ലെങ്കിൽ അവരവരുടെ ഫോണിൽ അവരുടെ സന്തോഷം അവർ ചെയ്യട്ടെ എന്നേ നമ്മൾ പറയത്തുള്ളൂ. പക്ഷെ രേണു സുധി അത് ചെയ്താൽ അത് വലിയ രീതിയിൽ കംപ്ലൈൻ്റ് ആവുകയും നമ്മുടെ ഹോസ്പിറ്റലിൽ വരെ അത് കംപ്ലൈൻ്റ് ആയിട്ട് ചെല്ലുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതങ്ങനെയല്ല രേണു മൊബൈൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് കണ്ണിക്കടിയായിട്ട് ചെയ്യുന്നതല്ല. രേണുവിന് മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല. കീമോ ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ ശരീരം ഭയങ്കര സെൻസിറ്റീവാണ്. അതുകൊണ്ടാണ് ഇൻഫെക്ഷൻ വരാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പം ഈ മൊബൈൽ ഹൈ റേഡിയേഷൻ നമ്മളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന മൊബൈലും അതിൻ്റെ നെറ്റ്വർക്കും ഒക്കെ രേണുവിന് യൂസ് ചെയ്യാവോ? അതൊരു വശം. രണ്ടാമത്തെ വശം ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ, നെഗറ്റീവ് കമൻറ്റ്സ്, അത് രേണുവിനെ ഭയങ്കര മോശമായിട്ടൊക്കെ ബാധിക്കും. ശരിയല്ലേ? നമ്മുടെ പ്രിയപ്പെട്ട രേണുവിൻ്റെ വീഡിയോ എടുത്ത് ചെയ്യരുത് എന്ന് വിചാരിച്ചതാ, ഇനി ചെയ്യരുത് എന്ന് തന്നെ വിചാരിച്ചതാ. കാരണം ഈ രേണു ഒരു പ്രത്യേക സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ആർക്കും വരുത്തരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെ നമുക്കും രേണുവിൻ്റെ കാര്യത്തിൽ വിഷമമുണ്ട്. അപ്പോൾ അതുകൊണ്ട് രേണു മാക്സിമം, ഞാൻ ലാസ്റ്റ് ചെയ്ത ഒരു വീഡിയോയും അത് തന്നെയായിരുന്നു, രേണുവിന് അസുഖമുണ്ട് ഇല്ല എന്ന് എല്ലാവരും പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞത് രേണുവിന് അസുഖമുണ്ട്, എല്ലാവരും പ്രാർത്ഥിക്കണം, പറ്റുന്നവർ സഹായിക്കണം എന്നാണ്. എന്നിട്ട് വീണ്ടും വീണ്ടും രേണു വന്നിരുന്ന് ഇങ്ങനെയുള്ളൊരു റിയാക്ഷൻ ചെയ്യുമ്പോൾ എന്തിൻ്റെ ആവശ്യമാണ് ഇത് രേണുവിന്? എന്തിൻ്റെ ആവശ്യമാണ് രേണു? ഒരു ആവശ്യവും ഇല്ലാത്തൊരു വിഷയത്തെ പറ്റിയാണ് രേണു വന്നിരുന്ന് നീ സംസാരിക്കുന്നത്. കമൻറ്റിനെ പറ്റി അതിൻ്റെ റെലവൻസ് എന്താണ്? വാട്ട്സ് ദ റെലവൻസ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് വീഡിയോ? അത് നിങ്ങളുടെ ഹെൽത്തിനെയും നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെയും നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റിനെയും ഒക്കെ ബാധിക്കുകയല്ലേ? നിങ്ങൾ എന്താണത് മനസ്സിലാക്കാത്തത്? നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യണ്ട എന്നല്ല ഞങ്ങളാരും പറയുന്നത്. നിങ്ങൾ മൊബൈൽ ഇപ്പോൾ യൂസ് ചെയ്താൽ നിങ്ങളിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളടക്കമുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരികയാണ്. എനിക്കെന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ മാത്രം സന്തോഷിക്കേണ്ട എന്നാണോ? വിധവയായിട്ടിരുന്നപ്പോഴും ഞാൻ സന്തോഷിക്കേണ്ട? ഞാൻ സന്തോഷിക്കുന്നതിന് എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക് മാത്രം കേട്ടോ. നല്ല ആളുകളെല്ലാം എൻ്റെ കൂടെ തന്നെ എപ്പോഴും സപ്പോർട്ടിനുണ്ടാവും. ഇത് രേണുവിന് തന്നെ അറിയാം. രേണു സന്തോഷിക്കുന്നതല്ലായിരുന്നു എല്ലാവരുടെയും പ്രശ്നം. രേണുവിനെ എല്ലാവരും വിമർശിച്ചത് ഇത് നമുക്ക് ആ ടോപ്പിക്കിലേക്ക് പോവാതിരിക്കുന്നതല്ലേ രേണു നല്ലത്. എപ്പോഴും ഇങ്ങനെ ഒരു കോൺട്രവേഴ്സിയിലേക്ക് മറ്റുള്ളവരും കൂടെ വലിച്ചഴിച്ച് ഈ പറയുന്നവരെ അല്ലെങ്കിൽ അഭിപ്രായം പറഞ്ഞവരെ ചീത്ത പറയേണ്ട അവസ്ഥയിലേക്ക് നിങ്ങൾ വരുത്തി തീർക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. കുറച്ച് പേർക്ക് മാത്രം കണ്ണിക്കടിയാണ്. ഞാനങ്ങനെ സന്തോഷിക്കേണ്ട. ഇപ്പം ക്യാൻസറായിട്ട് കിടക്കുമ്പോഴും അവളങ്ങനെ സന്തോഷിക്കേണ്ട. അവളവിടെ മരുന്നിൻ്റെ ഗന്ധവും പേറി എന്താ പറയുക, ഒരുമാതിരി ഒരു എന്താ അതിന് പറയേണ്ടത്, തലമൂടി ഇരിക്കുക എന്നുള്ളതാണ് ചില ആളുകളുടെ ഇപ്പോഴും ഒരു ഇത്. പക്ഷേ എൻ്റെ മനസ്സ് ഇപ്പോഴും എന്താ പറയുക, പഴയ രീതിയിൽ പാറിപ്പറന്ന് നടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇന്നും ഇപ്പം ജീവനോടിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തോട് അടുത്ത് നിൽക്കുക. നിങ്ങളിപ്പോൾ ഒരു ക്രിസ്ത്യാനിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്രിസ്ത്യാനി ആണെങ്കിലും അല്ലെങ്കിലും ഇങ്ങനെയൊരു സിറ്റുവേഷൻ നമുക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവത്തോട് അടുത്ത് നിൽക്കും. ശരിയല്ലേ? നമ്മൾ ദൈവത്തോട് അടുത്ത് നിൽക്കും. നമ്മൾ ഈ പറയുന്ന നെഗറ്റീവ്സിനൊക്കെ മാറി നിൽക്കും. നമ്മൾ അങ്ങനെ ആയി പോകും. അങ്ങനെയാണ് വേണ്ടത്. ഇതിപ്പം മൊബൈൽ എടുത്ത് വെച്ചിട്ടുള്ള സന്തോഷമാണോ വലുത്, നമുക്കിനി അങ്ങോട്ടുള്ള ഭാവിയാണോ വലുത്? അത് രേണു തന്നെ തീരുമാനിക്കും. രേണു മൊബൈൽ എടുക്കുന്നതിന് ആർക്കും പ്രശ്നമൊന്നുമില്ല. പക്ഷെ രേണുവിൻ്റെ ഈ സിറ്റുവേഷൻ അത് മോശമാണെന്ന് മാത്രമേ എല്ലാവരും പറഞ്ഞുള്ളൂ. അത് രേണുവിനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കില്ല. ഇതൊരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആണ് മറ്റുള്ളവരിലേക്ക് പോകുന്നത്. അതുകൊണ്ടും കൂടിയാണ്. ഒരുപാട് പേര്, കുട്ടികളടക്കം ക്യാൻസർ ഉള്ളവരുണ്ട്. അവർക്കൊക്കെ ഇതൊരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആവാൻ ചാൻസ് ഇല്ലേ? രേണു അതെന്താ മനസ്സിലാക്കാതെ പറയുമ്പോൾ? പിന്നെ രേണു പറയുന്നുണ്ട് രേണുവിനോട് എന്താ പറയുക, രേണുവിനോട് എല്ലാവർക്കും അസൂയാണ്, രേണുവിന് സന്തോഷിക്കുന്ന ഇഷ്ടമല്ല. അങ്ങനെയല്ല. ഇതിന് മുന്നേ ആയാലും നിങ്ങൾക്ക് രോഗമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും നിങ്ങളുടെ വീഡിയോസൊക്കെ സ്റ്റോപ്പ് ചെയ്തു. നിങ്ങളെ വിമർശിക്കുന്നത് സ്റ്റോപ്പ് ചെയ്തു. എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ സപ്പോർട്ടായിട്ട് നിന്നു. നിങ്ങളുടെ വീട്ടിൽ വന്നു പലരും, നിങ്ങളെ സഹായിച്ചു. ശരിയാണോ അല്ലയോ? വീണ്ടും നിങ്ങൾ തന്നെ എടുത്ത് കിച്ചുവിൻ്റെ പേരിൽ ഒരു കോൺട്രവേഴ്സി ഇട്ടു. അതിനുശേഷം പല 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 പ്രശ്നങ്ങളിലേക്ക് വന്നു. ഇപ്പോൾ ലാസ്റ്റ് ഒരു യൂട്യൂബറെ അറസ്റ്റ് ചെയ്തത് പോലും നിങ്ങളുടെ പേരിലുള്ള കംപ്ലൈൻറ്റിലോ നിങ്ങളുടേതായിട്ടുള്ള വിഷയത്തിലോ അല്ല, അത് തിരുമേനിയുടെ പ്രശ്നത്തിലാണ്. ശരിയല്ലേ? അത് നിങ്ങളുടേതുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്നുള്ളതാണ് സത്യം. പക്ഷെ ഓരോ വാർത്തകൾ വരികയും നിങ്ങൾ തന്നെ ഓരോ വശങ്ങളിലൂടെ വന്നിരുന്ന് പറയുകയും ചെയ്യുന്ന കാണുമ്പം അതും തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വളച്ചൊടിക്കുന്നത് എന്തിനാണ് രേണു? എപ്പോഴെങ്കിലും ഈ ഒരു അവസ്ഥയിലെങ്കിലും ഒന്ന് ഇരുത്തി ചിന്തിച്ചിട്ട് പക്വതയോടെ പെരുമാറും. പിന്നെ രേണുവിൻ്റെ വീട്ടുകാരോട്, എൻ്റെ പൊന്ന് തങ്കച്ചൻ ചേട്ടാ, നിങ്ങൾക്ക് ആ സ്റ്റേഷനിൽ പോയിട്ട് കാണിച്ച് ആ ഒരു പെർഫോമൻസിൻ്റെ 4-1, 10-1 അല്ലെ 100% വേണ്ടല്ലോ നിങ്ങളുടെ മകളോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ. എൻ്റെ നിങ്ങളത് ചെയ്യാത്തേ? ചേച്ചിയും അമ്മയും ആരൊക്കെയോ ഉണ്ട്. നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ?
തിരുമേനിക്ക് പറഞ്ഞു കൊടുത്തൂടെ? ഈ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നവർക്കൊന്നും ഇതിങ്ങനെ ചെയ്യരുത്, നിങ്ങൾക്ക് തന്നെ ദോഷം ചെയ്യുന്ന വിഷയമാണെന്നൊന്ന് പറഞ്ഞു കൊടുത്തൂടെ? ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഈ ഒപ്പോസ് ചെയ്ത ആൾക്കാർ, വിമർശിച്ചവർ തന്നെ വേണ്ടി വരുള്ളല്ലോ. പിന്നെ ഇന്ന് കുറേ ആൾക്കാർ ഈ രേണുവിനെ വിറ്റ് തിന്നുന്നുണ്ട്. നിങ്ങളാരാ രേണുവിനെ വിറ്റ് തിന്നാൻ? നിങ്ങൾ എന്തിനാ അവരെ വിറ്റ് തിന്നുന്നത്? അവർ ജീവിച്ചോട്ടെ. ഇതൊക്കെ സ്വയമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അതുപോലെ ഇവരെ വിറ്റ് തിന്നുന്നത് ഇവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ. നമ്മുടെ മാഡം ഹോട്ട് സീറ്റ് ശാരിക, റിയാലിറ്റി ബൈ റിയാലിറ്റി ശാരിക, അങ്ങനെ എന്തൊക്കെയോ ഒരു ശാരിക ചേച്ചി വന്നിരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. ചേച്ചി പറയുന്നതൊക്കെ, ചേച്ചി പ്രവർത്തിക്കുന്നത് വേറൊന്ന്. ചേച്ചി എന്തായി ചെയ്യുന്നത്? ചേച്ചി ഇപ്പം രേണുവിൻ്റെ ടോപ്പിക്ക് മാത്രമാണ് എടുത്തിട്ട് വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? രേണുവിനെ വെച്ച് റീച്ച് ഉണ്ടാക്കാന്ന്. അല്ലാതെ ചേച്ചി എന്താ ചെയ്യുന്നത്? ചേച്ചി ഒരു തേങ്ങാക്കൊല ഇവിടെ ചെയ്യുന്നില്ല. മനസ്സിലാക്കുക, രേണുവും മനസ്സിലാക്കണം അത്. സത്യം പറഞ്ഞ എൻ്റെ ശാരീരിക ചേച്ചി, നിങ്ങളെ ആർക്കും ഇഷ്ടമല്ല. നിങ്ങളുടെ ഈ വേ ഓഫ് ടോക്കൊക്കെ ഒന്ന് മാറ്റി നിങ്ങൾ കുറച്ചൊന്ന് എളിമപ്പെടെ എൻ്റെ പൊന്നെ ചേച്ചി. നിങ്ങൾ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ശരിയായിരിക്കാം, എന്നാലും നിങ്ങളോടുള്ള താല്പര്യം ആർക്കുമില്ല. നിങ്ങൾ തന്നെയാണ് അങ്ങനെ കളഞ്ഞു പൊളിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേറൊരു വീഡിയോ രേണു ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഈ പറഞ്ഞ പോലെ രേണു എല്ലാവരെയും വിമർശിക്കുകയാണ്, കമൻറ്റ് ഇട്ടവരെ വിമർശിക്കുന്നു. ഈ കമൻറ്റുകളൊക്കെ എടുത്ത് സ്റ്റോറി ഇടുന്നു. എന്തൊരു മോശമുണ്ട് രേണു. നിങ്ങൾക്ക് അറിയില്ലേ, ഇത് നിങ്ങൾ സ്റ്റോറി ഇടുമ്പോഴാണ് മറ്റുള്ളവർ കാണുക. കൂടുതൽ ആൾക്കാർ ഇത് കാണാതെ നിങ്ങൾക്കല്ലേ മോശം, നിങ്ങൾക്കല്ലേ നെഗറ്റീവായിട്ട് വരുള്ളൂ. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന് ഇത് ഭയങ്കര ദോഷം ചെയ്യുന്നത്. പിന്നെ എന്നെ നോക്കുന്ന സമർത്ഥരായ ഡോക്ടർമാരുടെ ആ ഒരു എന്താ പറയുക, ശുശ്രൂഷയും അതുപോലെ ദൈവത്തിൻ്റെ ഒരു സ്നേഹവും ദൈവമക്കളുടെ സ്നേഹവും മാത്രമാണ് എന്നെ നിലനിർത്തുന്നത്. സോ താങ്ക് യു. ക്യാൻസർ രോഗികൾ എത്രത്തോളം ഡെയിലി പറയുന്നവർ അവിടെ കിടന്ന് പറയട്ടെ. ഈ കമൻറ്റിൽ വന്ന് കിടന്ന് പറയാം. അവരെല്ലാവരോടും പറയും, നിങ്ങളോട് മാത്രമല്ല. അവരവിടെ പറയട്ടെ. നിങ്ങൾക്ക് അതൊക്കെ വിട്ട് കളഞ്ഞൂടെ? അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ ഇതൊന്നും എടുത്ത് നോക്കാതിരുന്നൂടെ? അറ്റ്ലീസ്റ്റ് ഈ കീമോ കഴിയുന്നവർ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കഴിയുന്നവർ നിങ്ങൾ അതല്ലേ ചെയ്യണ്ടേ? നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, നിങ്ങൾ ഈ കാണിക്കുന്നതെല്ലാം നെഗറ്റീവാണല്ലോ. നിങ്ങൾ തിരിച്ചു വരണമെന്ന് തന്നെ എല്ലാവരുടെയും ആഗ്രഹം. നിങ്ങളല്ലാതെ ഈ വഴി അങ്ങ് പോകണമെന്നൊന്നും അല്ല ഞങ്ങളാരും ആഗ്രഹിക്കുന്നേ. ഇകം വരയ്ക്കുമോ, അല്ലെങ്കിൽ നീ ഡെയിലി പുരികം ത്രെഡ് ചെയ്യുമോ? നിനക്ക് ക്യാൻസർ അല്ലേ? നിനക്ക് വേറെ പണിയില്ലേ? നിനക്ക് എന്ത് ക്യാൻസർ ആണ്? നിനക്ക് പിരിക ഇങ്ങനെ തന്നെ ഇരിക്കുന്നല്ലോ, ഡെയിലി കേൾക്കുന്നതാണ്. എന്റെ പൊന്ന സുഹൃത്തുക്കളെ, ഇത് അന്ന് ഞാൻ പിരികം ത്രെഡ് ചെയ്താണ്. അതിന് വളരത്തില്ല. നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കാൻ, ഈ മുടിയൊന്നും ഇനി വളരത്തില്ല കീമോ കഴിയാതെ. മൈക്രോബ്ലേഡ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് എന്റെ പുരികത്തിന്റെ ബ്ലാക്കും ഷേപ്പും ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ജസ്റ്റ് ഞാൻ ഇങ്ങനെ വരച്ചു കൊടുക്കാറുമുണ്ട്. പെട്ടെന്നൊന്നും നമ്മുടെ ഈ വികൃത രൂപം നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ലാത്തതാണ്. നിങ്ങൾക്കാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും വരാതിരിക്കട്ടെ, ആർക്കും ഒന്നും വരാതിരിക്കട്ടെ. മനസ്സിലായോ? നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ അങ്ങനെ നടന്നൊരു വ്യക്തിയാണ്. മനസ്സിലായോ? ആർക്കും വരാതിരിക്കട്ടെ, ഈ ഒരു അസുഖം ആർക്കും വരാതിരിക്കട്ടെ. അത് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം, എല്ലാവരുടെയും പ്രാർത്ഥന. നിങ്ങൾക്കും ഈ അസുഖത്തിൽ നിന്ന് പെട്ടെന്ന് മുക്തി ഉണ്ടാവട്ടെ. നിങ്ങൾ ദൈവത്തിൻ്റെ പാട്ട് പാടുന്നു, നിങ്ങൾ ദൈവത്തെ പറ്റി സംസാരിക്കുന്നു, ടെസ്റ്റിമോണി പറയുന്നു. അപ്പം നിങ്ങൾ എന്താ ചെയ്യണ്ടേ? നിങ്ങൾക്ക് സമാധാനം കിട്ടണമെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങളോട് മറ്റുള്ളവർക്ക് ക്ഷമിക്കാൻ കഴിയണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. എല്ലാവരെയും സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, അല്ലേ?